ഹായ് എവറി വൺ. BSc കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിന് ISRO അല്ലെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്: BSc കെമിസ്ട്രി ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം, പിന്നെയുള്ളത് എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമില്ല. ആൻഡ് അഗെയിൻ ഇവിടെയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീ ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കേരളത്തിൽ സെൻറ്റർ ഉണ്ട്, കാലിക്കറ്റിലും എറണാകുളത്തൊക്കെ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അതും ഒരു വിഷയമുള്ള കാര്യമല്ല. ഓക്കെ. അപ്പോൾ ISROയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റാണ്, നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? ഒരുപാട് ആളുകളുടെ ഡ്രീമാണ്. അതേപോലെ തന്നെ നല്ല പേ സ്കെയിലുള്ള നല്ല റെസ്പെക്റ്റ് ഉള്ള ഒരു ജോബാണ്. സോ നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കാം. ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്നാണ് ആക്ച്വലി ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 18 ജൂൺ ആണ്. ഓക്കെ, 5 മണി വരെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. കുറച്ച് ലേറ്റ് ആയിപ്പോയി, സോറി ഫോർ ദാറ്റ്. ഓൾറൈറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ISRO അല്ലേ ഭയങ്കര ടഫ് ആയിരിക്കത്തില്ലേ എക്സാം എന്നൊക്കെ. പക്ഷേ നമ്മുടെ ആപ്പിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ അൺലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? യെസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ കാണാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കൂ, ഏതൊക്കെ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? NCl5 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്തായിരിക്കും? നൈട്രജൻ്റെ കോവാലൻസി എന്ന് പറയുന്നത് മാക്സിമം 4 ആണ്. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ? ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഏറ്റവും കുറവുള്ളത് ബോണ്ട് ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഡയാമാഗ്നറ്റിക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിളിൻ്റെ കാര്യം വീണ്ടും PSc ചോദിച്ചപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ ക്വസ്റ്റ്യൻസിലേക്ക് അനലൈസ് ചെയ്ത് നോക്കി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് 4 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് ഓഫ് ലെവലിൽ ഞാൻ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഓർഗാനിക്കും ഫിസിക്കലും അതേപോലെ ഇനോർഗാനിക് കൈനറ്റിക്സ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൃത്യമായിട്ട് ഈ ഓഫ് ടുവിൻ്റെ കേസൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതേപോലെ ലെക്ചർ ഹാൻഡ് ഔട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ. കൃത്യമായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് അടക്കം പറഞ്ഞുകൊണ്ട് ലെക്ചർ ഹാൻഡ് ഔട്ടിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എല്ലാ ചാപ്റ്ററിലും നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. തെർമോഡൈനാമിക്സ് ആണെങ്കിലും ഇക്വിലിബ്രിയം ആണെങ്കിലും ഒക്കെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പഠിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഓർഗാനോമെറ്റാലിക്സ്, കോർഡിനേഷൻ, കോമ്പൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതേ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ VBT ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കെമിസ്ട്രിയിൽ ഒരു വേക്കൻസിയാണ്. ഓക്കെ, ഇനി കെമിസ്ട്രിയിൽ 60% അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി വേണം എന്നുള്ളത് മാത്രമാണ്. നമുക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല. നമ്മുടെ പോസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, അൺറിസേർവ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് നമുക്കുള്ളത്. താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. യെസ്, നമ്മുടെ സാലറി എന്ന് പറയുന്നത് 78,000 പെർ മന്ത് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 35 ആണ്. ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം അതും കൂടെ ഒന്ന് ആലോചിക്കുക. ഇനി സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 1.5 മണിക്കൂറാണ് നമ്മുടെ എക്സാം ടൈം. 1 മാർക്കായിരിക്കും റൈറ്റ് ആൻസർ. റോങ് ആൻസർ ആണെങ്കിൽ 0.33 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പാസ് ക്രൈറ്റീരിയ ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പാസ് ക്രൈറ്റീരിയ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നല്ല സ്കോർ തന്നെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊന്നും നോക്കേണ്ട. നമ്മൾ കെമിസ്ട്രി നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആപ്പിൽ കാണിച്ചിരിക്കുന്ന 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇനി തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ യെസ്, ഇവിടെ സ്കിൽ ടെസ്റ്റും കൂടെ ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി നിങ്ങൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. അതൊരു ക്വാളിഫയിങ് ടെസ്റ്റാണ്. ഓക്കെ, 40 ഔട്ട് ഓഫ് 100 ഒക്കെ നിങ്ങൾ മേടിച്ചാൽ മതി. അൺറിസേർവ്ഡ് ആണെങ്കിൽ 50 ഔട്ട് ഓഫ് 100. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ആണ്. 750 റുപ്പീസ് ആണ് ഫീ വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആദ്യം എന്ത് ചെയ്യണം? ഫീ അടയ്ക്കണം. എന്നിട്ട് അവർ റിട്ടൺ ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? യെസ്, റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് തരത്തുള്ളൂ? യെസ്, 750 റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ട് തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക.
ഇനി എവിടെയൊക്കെയാണ് നമ്മുടെ സെൻറ്റർ? യെസ്, എറണാകുളമുണ്ട്, കോഴിക്കോടുണ്ട്, ട്രിവാൻഡ്രമുണ്ട്. അപ്പോൾ വേക്കൻസി കുറവാണെന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എസ്പെഷ്യലി അവർക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമൊക്കെ എഴുതുക. ഒരിക്കലും 100 പോസ്റ്റൊന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഉള്ള പോസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലതായിട്ട് പരിശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.